കർഷകനെ ഓർക്കുന്ന കർഷക ദിനവും കൂടിയാണ് ചിങ്ങം 1. എന്നാൽ പാലക്കാട്ടെ നെൽകർഷകന്റെ മനസ്സിൽ ഇത്തവണ ആഘോഷത്തെക്കാൾ വലിയൊരു കാത്തിരിപ്പാണ്. കയറ്റി അയച്ച നെല്ലിന്റെ വിലയ്ക്കായി ഇന്നും കാത്തിരിക്കുകയാണ് നിരവധി കർഷകർ. ചിങ്ങമെത്തി. മലയാളിയുടെ കാർഷിക പുതുവർഷം പിറന്നു. പാടങ്ങൾ പച്ചപിടിക്കേണ്ട കാലം. കർഷകന്റെ വീട്ടിൽ പ്രതീക്ഷയുടെ വിളക്കു തെളിയേണ്ട ദിനം. കർഷക ദിനം ആഘോഷിക്കേണ്ട ദിനം. പക്ഷേ ജില്ലയിലെ പല നെൽപ്പാടങ്ങളിലും ഇത്തവണ ചിങ്ങപ്പുലരി ആഘോഷത്തിൻ്റെതല്ല, കാത്തിരിപ്പിൻ്റെതാണ്. മണ്ണിൽ വിയർപ്പൊഴുക്കി മാസങ്ങളോളം കൃഷി ചെയ്തതിന്റെ പ്രതിഫലം കൈകളിലെത്താത്തപ്പോൾ ചിങ്ങപ്പുലരി കർഷകൻ എങ്ങനെ പൊന്നാകും? കഴിഞ്ഞ സീസണിൽ സർക്കാർ ആരംഭിച്ച നെല്ലിന്റെ വില ഇനിയും കിട്ടാത്ത നിരവധി കർഷകരാണ് ജില്ലയിലുള്ളത്. ഞാനത് കൃഷി ചെയ്തു കൊണ്ടുവരികയാണ്. പക്ഷേ കഴിഞ്ഞതിലെ നെല്ലിൻ്റെ ക്യാഷ് കിട്ടിയില്ല. ഞാൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് വെള്ള നെല്ലായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് കൊയ്യുകയും ചെയ്തു. പക്ഷേ മില്ലിൻ്റെ അനാസ്ഥ കൊണ്ട് അത് എനിക്ക് എന്താ പറയുക, ലാസ്റ്റാണ് എൻ്റെ നെല്ല് എൻ്റെ കയറ്റിപ്പോയത്. പക്ഷേ പണം വരാൻ അതേമാതിരി എനിക്ക് ഇന്നും നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. ഞാൻ അതും വിചാരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് നെല്ല് നാറുപാകുക ഒക്കെ ചെയ്തു. പക്ഷേ നാറുപാകിയിട്ട് ഇന്ന് വരെയും നെല്ലിൻ്റെ പൈസ കിട്ടിയില്ല. അത് കാരണം എനിക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ കൃഷി ചെയ്തിട്ടില്ല. എൻ്റെ കൃഷിസ്ഥലം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ നെൽകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനൊരു ചെറിയ കർഷകനാണ്. എനിക്ക് അത്രയൊന്നുമില്ല, ഒരു 2 ഏക്കറേ ഉള്ളൂ. അതേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഇതാണ് എൻ്റെ സാഹചര്യം. ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും മുൻകൈ എടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാലേ ചെറുപ്പക്കാരായിട്ടുള്ള കൃഷിക്കാർ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. പുതിയ കൃഷിയുടെ ചെലവുകൾ വാതിൽക്കലെത്തിയിട്ടും കഴിഞ്ഞ വിളയുടെ വില കാത്തിരിക്കേണ്ടി വരുന്ന കർഷകന്റെ അവസ്ഥ എത്ര ദയനീയമാണ്. വിത്തിറക്കുമ്പോൾ മുതൽ കർഷകന് കൂട്ടായി നിന്നത് പ്രതീക്ഷയായിരുന്നു. വളത്തിനും വിത്തിനും തൊഴിലാളികൾക്കും യന്ത്രങ്ങൾക്കും പണം കണ്ടെത്തി. മഴയെ കാത്തിരുന്നു. വെയിലിനെ അതിജീവിച്ചു. ഒടുവിൽ പാടത്ത് പൊൻകതിരുകൾ നിറഞ്ഞു. കൊയ്ത്തു കഴിഞ്ഞു. നെല്ല് സംഭരണത്തിനായി കൈമാറി. ഇനി കിട്ടാനുള്ളത് അധ്വാനത്തിന്റെ വിലയാണ്. അടുത്ത കൃഷിയിറക്കാൻ പോലും പണം കണ്ടെത്താനാകാത്ത അവസ്ഥയിൽ പലരിൽ നിന്നും കടം വാങ്ങിയാണ് വിളയിറക്കിയതെന്നാണ് കർഷകരുടെ പ്രതികരണം. ചിങ്ങം വന്നിട്ടും കയ്യിൽ പണമില്ലെങ്കിൽ കർഷകൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ചോദിക്കുന്നു ഇവർ. ചിങ്ങം മലയാളിക്ക് സമൃദ്ധിയുടെ പ്രതീകമാണ്. എന്നാൽ നെൽകർഷകന്റെ വീട്ടിൽ ഇത്തവണ ചിങ്ങം എത്തുന്നത് കുടിശ്ശികയുടെ കണക്കു പുസ്തകവുമായാണ്. പാടത്തു പൊന്നുവിളയിച്ച കൈകൾ വീട്ടുചെലവിനായി കടം ചോദിക്കുകയാണ്. നെല്ല് കൊടുത്ത കർഷകൻ സ്വന്തം പണം കിട്ടാൻ ഓഫീസുകളും ബാങ്കുകളും കയറി ഇറങ്ങുകയാണ്. പണം വൈകുന്നത് കർഷകന്റെ കുടുംബ ബജറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, അടുത്ത കൃഷിയുടെ സാധ്യതകളെയും അത് ബാധിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കും. UTV ന്യൂസ്, പാലക്കാട്.